പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 10 വർഷത്തിനുള്ളിൽ 90,000 തൊഴിലവസരങ്ങളും 88 ലക്ഷം ചതുരശ്രയടി ബിൽറ്റ് ഇൻ സ്പേസും ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ദുബായ് കമ്പനിയായിട്ടുള്ള ടീകോം പിന്മാറിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വലിയ വിവാദമായി ഉയർന്നു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാനൊക്കെ വീഡിയോ ചെയ്തിരുന്നു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ടീകോമിന് നിശ്ചിത കാലയളവിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവർ പിന്മാറിയത് എന്നാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് നൽകിയ ന്യായീകരണം. എന്തായാലും അവർ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നവർക്ക് എന്തിന് നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വിവാദങ്ങളെല്ലാം ഏതാണ്ട് കെട്ടടങ്ങുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ടീകോം കമ്പനി സംസ്ഥാന സർക്കാരിന്, പ്രത്യേകിച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് ഡിസംബർ 6, 2022 അയച്ച ഒരു 3 പേജ് കത്ത് പുറത്തു വന്നത്. ആ കത്ത് അയച്ചിട്ടുള്ളത് മാനേജിംഗ് ഡയറക്ടർ ഖാലിദ് അൽ മാലിക്കാണ്. ഖാലിദ് അൽ മാലിക്. എന്നാൽ പിന്നീട് വന്നത് ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്. ആ വിവരം എന്താണെന്ന് വെച്ചാൽ, ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ നടത്തിയ കരാർ ലംഘനങ്ങളും വീഴ്ചകളും ഒക്കെ ചൂണ്ടിക്കാണിച്ച് അക്കമിട്ട് നിരത്തി സ്മാർട്ട് സിറ്റിയുടെ MD ആയിട്ടുള്ള ഖാലിദ് അൽ മാലിക് സർക്കാരിന് 1 ഡസനോളം കത്തുകൾ അയച്ചിരുന്നു എന്നാണ്. ഒരു കത്താണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതുപോലെ 1 ഡസനോളം കത്തുകൾ അയച്ചിരുന്നു. അപ്പോൾ നിയമ യുദ്ധത്തിലേക്ക് പോയാൽ തിരിച്ചടി ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ടാണ് ടീകോമിനെ നഷ്ടപരിഹാരം നൽകി പറഞ്ഞുവിടാൻ തീരുമാനിച്ചത് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിലൂടെ ഉന്നയിക്കാൻ പോകുന്ന ഒരു സുപ്രധാന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ടീകോമിൻ്റെ ഈ പിന്മാറ്റത്തിന് പുറകിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രവാസി വ്യവസായിയായിട്ടുള്ള യൂസഫ് അലിയും ചേർന്നിട്ടുള്ള ഒരു ഗൂഢാലോചനയുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഉന്നയിക്കാൻ പോകുന്ന വിഷയം. ഈ ഗൂഢാലോചനയുടെ ഭാഗമായി ടീകോം പിന്മാറിയതിനെ തുടർന്ന് അതേ പ്രദേശത്ത് തന്നെ ഒരു ട്വിൻ ടവർ യൂസഫ് അലിയുടെ കമ്പനി നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പിന്മാറ്റത്തെ തുടർന്ന് ഈ കെട്ടിട സമുച്ചയം നിർമ്മിക്കുകയും അതിൽ 25,000-ഓളം പേർക്ക് ജോലി കൊടുക്കാൻ തീരുമാനിക്കുകയും ഏതാണ്ട് 30 ലക്ഷത്തോളം ചതുരശ്ര അടി ബിൽറ്റ് ഇൻ സ്പേസ് ഉണ്ടാക്കുകയും ചെയ്ത യൂസഫ് അലിക്ക് ഈ ടീകോമിൻ്റെ പിന്മാറ്റത്തിലൂടെ കോടികളുടെ ലാഭമുണ്ടാക്കാൻ കഴിയുകയും ചെയ്തോ എന്നുള്ള ഒരു ചോദ്യം സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം, 2011 കൂടിയാണ് ഈ സ്മാർട്ട് സിറ്റി ഏതാണ്ട് വരും എന്നുള്ള ഒരു ധാരണ ഉണ്ടാകുന്നത്. VS അച്യുതാനന്ദൻ്റെ കാലഘട്ടത്തിലാണ് അതിൻ്റെ കരാറ് ഒപ്പിട്ടത്. അതിന് 1-ാം ഘട്ടം 2016 കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ഞാനിതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ സ്മാർട്ട് സിറ്റി പദ്ധതി കൊച്ചിയിൽ വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയത് പ്രവാസി വ്യവസായിയായിട്ടുള്ള ശ്രീമാൻ MA യൂസഫ് അലിയായിരുന്നു. ദുബായ് സർക്കാരുമായി നിരന്തരം ഇടപെട്ടുകൊണ്ട് ഇതിവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി. ഇതിൻ്റെ ഉദ്ഘാടന സമയത്തൊക്കെ തന്നെ വേദിയിൽ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത് യൂസഫ് അലിയായി. ഇതിനിടയിൽ VS സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഈ ടീകോം കമ്പനിയും കേരള ഗവൺമെൻറ്റുമായി ചില പ്രശ്നങ്ങൾ ഉടലെടുത്ത സമയത്ത് അന്ന് നോർക്കയുടെ വൈസ് ചെയർമാൻ, ക്യാബിനറ്റ് റാങ്കിലുള്ള നോർക്കയുടെ വൈസ് ചെയർമാൻ ആയിരുന്ന ശ്രീമാൻ യൂസഫ് അലിയെയാണ് സംസ്ഥാന സർക്കാർ ടീകോമായിട്ട് ചർച്ച ചെയ്യാനുള്ള ഒരു മീഡിയേറ്ററായി നിയമിച്ചത്. ആ മീഡിയേഷൻ അന്ന് വളരെ സ്തുത്യർഹമായ രീതിയിൽ യൂസഫ് അലി നടത്തുകയും അതിനെ തുടർന്ന് കൂടിയാണ് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ടീകോം ഈ പദ്ധതിയിലേക്ക് ഹാസിൽ ഫ്രീ ആയി കടന്നു വന്നതും 2016 അതിൻ്റെ 1-ാം ഭാഗം അതിൻ്റെ തുടക്കം കുറിച്ചതും എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സുഹൃത്തുക്കളെ, എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്?
ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ടീകോം എന്ന് പറയുന്ന ഈ കമ്പനി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് പിന്മാറി പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ പിന്മാറി പോകുന്നതിന് മുമ്പ് സർക്കാർ നടത്തിയ കരാർ ലംഘനങ്ങളും വീഴ്ചകളുമൊക്കെ അക്കമിട്ട് നിരത്തി സ്മാർട്ട് സിറ്റിയുടെ MD ആയിട്ടുള്ള ഖാലിദ് അൽ മാലിക് പിണറായി സർക്കാരിന് 1 ഡസനോളം കത്തുകൾ അയച്ചിരുന്നു എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. 1 ഡസനോളം കത്തുകൾ അയച്ചിരുന്നു അക്കമിട്ട് നിരത്തി സ്മാർട്ട് സിറ്റി MD ഖാലിദ് അൽ മാലിക്. സ്വാഭാവികമായി ഇതിനെ തുടർന്ന് നിയമയുദ്ധത്തിലേക്ക് പോയാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ടാണ് നഷ്ടപരിഹാരം നൽകി ഒഴിവാക്കാൻ സർക്കാർ തീരുമാനിച്ചതെന്നുള്ള വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 2022 ഡിസംബർ 6 ഈ സ്മാർട്ട് സിറ്റിയുടെ MD ആയിട്ടുള്ള ഖാലിദ് അൽ മാലിക് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് അയച്ച ഒരു കത്താണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് അയച്ചിട്ടുള്ളത് ഡിസംബർ 6, 2022. ആ 2022 അയച്ച കത്തിൽ പറയുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ കേരള സർക്കാർ ഒരു ഓഹരി ഉടമയാണ്, ഷെയർ ഹോൾഡറാണ്. അതിൻ്റെ ഭാഗമായി കേരള ഗവൺമെൻറ്റിന് താഴെ പറയുന്ന ചുമതലകളുണ്ട് ഈ ഖാലിദ് അൽ മാലിക്കിൻ്റെ കത്തുകളിൽ പറയുക. അതിൽ ഒന്നാമത്തെ ചുമതല എന്ന് പറഞ്ഞാൽ 246 ഏക്കർ സ്ഥലം സ്മാർട്ട് സിറ്റി കേരളയ്ക്ക് 99 വർഷത്തേക്ക് പാട്ടത്തിന് നൽകുക. ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ 12% ഭൂവിസ്തൃതി അല്ലെങ്കിൽ 29.52 ഭൂവിസ്തൃതി ഈ ടീകോം കമ്പനിക്ക് ഫ്രീ ഹോൾഡായിട്ട് കൊടുക്കണം. ടു എനേബിൾഡ് എൻഹാൻസ്ഡ് സെയിൽസ്. ഫ്രീ ഹോൾഡ്, അവർക്ക് എന്ത് ചെയ്യണമോ അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി 12% ഭൂമി, അതായത് 29.52 ഏക്കർ ടീകോമിന് കൊടുക്കണം. ടീകോമിനെ സ്മാർട്ട് സിറ്റി കേരളയിൽ അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് വെഞ്ചർ പാർട്ട്ണറാക്കണം. പദ്ധതിയുടെ മൂല്യം കുറയ്ക്കുന്ന ഒരു പരിപാടിയും നടപ്പിലാക്കാതിരിക്കണം. റെഗുലേറ്ററി ആപ്ലിക്കേഷൻസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യണം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് എന്തെങ്കിലും ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിബന്ധനകളുണ്ടെങ്കിൽ അതെല്ലാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമായി സ്മാർട്ട് സിറ്റി കേരളയുമായിട്ട് ചർച്ച ചെയ്യണം. സ്മാർട്ട് സിറ്റി കേരളയ്ക്ക് കൊടുക്കുന്ന സ്ഥലം അത് ഒരു തുടർച്ചയായിട്ടുള്ള ഒരു കണ്ടിജിയസ് ആയിട്ടുള്ള സ്ഥലമായിരിക്കണം. അത് സ്മാർട്ട് സിറ്റി കേരളയ്ക്ക് അത് ഭൗതികമായി തന്നെ അത് കൈമാറ്റം ചെയ്യണം. പശ്ചാത്തല സൗകര്യങ്ങൾ അനുവദിക്കണം. ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്ന് സാമ്പത്തികമായ അംഗീകാരം വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. ഇത്തരത്തിൽ 9 ഉത്തരവാദിത്തങ്ങളാണ് കേരള സർക്കാരിനുള്ളതായി സ്മാർട്ട് സിറ്റി കേരളയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഖാലിദ് അൽ മാലിക് പിണറായി വിജയനെ അറിയിച്ചത്. എന്നിട്ട് ആ കത്തിൽ തുറന്നു പറയുന്നത് 23 ഫെബ്രുവരി 2011 പ്രോജക്റ്റിൻ്റെ പദ്ധതിയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പാട്ടക്കരാറുകൾ നടപ്പിലാക്കി. അതിൽ മൊത്തം സ്ഥലം അതായത് 246 ഏക്കർ 3 ഭാഗങ്ങളായിട്ടാണ് അതിനകത്തുണ്ടായിരുന്നത്, ABC. എന്നാൽ ഈ ഭൂമി ഒന്നാകെ തന്നെ സ്മാർട്ട് സിറ്റിക്ക് കൈമാറുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, കൈമാറിയിട്ടുള്ള പാഴ്സൽ ബിയിലും പാഴ്സൽ സിയിലും ഉപയോഗിക്കാൻ പറ്റാത്ത ഭൂമി ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, പാഴ്സൽ എയും പാഴ്സൽ ബിയും ആയിട്ടുള്ളത് തുടർച്ചയായിട്ടുള്ള ഭൂമിയായിരുന്നില്ല. അത് നോൺ കണ്ടിന്യൂസ് ആയിട്ട് അതിന് കഷ്ണമായിട്ട് കിടക്കുന്നതായിരുന്നു. 2013 സെപ്റ്റംബർ 26 ഈ മാസ്റ്റർ പ്ലാൻ സ്മാർട്ട് സിറ്റി കേരളയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മുന്നിൽ അവതരിപ്പിച്ചു. ഇത് അവതരിപ്പിച്ചപ്പോൾ തന്നെ ഈ 12% ഭൂമി ഫ്രീ ഹോൾഡായിട്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വിഷയങ്ങൾ ഉയർന്നു വന്നു.
എന്നാൽ ഇതിൻ്റെ ഫ്രെയിംവർക്ക് എഗ്രിമെൻറ്റിലെ ഉത്തരവാദിത്തങ്ങൾ ലംഘിച്ചു എന്നുള്ള വിഷയം അവിടെ ഉയർന്നു വന്നു. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ മാനേജിംഗ് ഡയറക്ടർ പറയുക. എന്ന് മാത്രമല്ല, ഇതിൻ്റെ മാസ്റ്റർ പ്ലാനിന് അംഗീകാരം ലഭിച്ചതിന് ശേഷം കേരള സർക്കാർ ഈ പദ്ധതിയുടെ മൂല്യം കുറയ്ക്കുന്ന പ്രവർത്തനങ്ങൾ നിരന്തരമായി എടുത്തുകൊണ്ടിരുന്നു. നിരന്തരമായി പെർസിസ്റ്റൻ്റ്ലി അണ്ടർടൂക്ക് ആക്ടിവിറ്റീസ് ദാറ്റ് ഹാവ് ഡിമിനിഷ്ഡ് ദ വാല്യൂ ഓഫ് ദ പ്രോജക്റ്റ്. അത് താഴെ പറയുന്നതാണ്. ഒന്ന്, റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ, അതായത് ലീസ് ഹോൾഡ് അതായത് ലീസ് ഹോൾഡിലുള്ള പാട്ടത്തിന് കൊടുത്ത സ്ഥലത്തുള്ള റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോ ഒബ്ജക്ഷൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് താമസിപ്പിച്ചുകൊണ്ടിരുന്നു. ഇത് പ്രോജക്റ്റിന് വലിയ നഷ്ടമുണ്ടാക്കി. കാരണം പ്രോജക്റ്റ് ഡെവലപ്പർ വാസ് പ്രിപ്പയർഡ് ടു ഡെവലപ്പ് ലീസ് ഹോൾഡ് ഇൻ ദ ആബ്സൻസ് ഓഫ് എനി അവൈലബിൾ ഫ്രീ ഹോൾഡ് ആൻഡ് ഡ്യൂ ടു ജിയോകേസ് ഫെയിലിയർ ടു കൺവേർട്ട്. അതുകൊണ്ട് ഇത് വലിയ നഷ്ടമുണ്ടാക്കി. അതുപോലെ തന്നെ ഈ ഭൂമിയിലെ മരം മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ടൊരു അനുവാദം താമസിപ്പിച്ചു. അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് സമീപത്തുള്ള പ്രദേശങ്ങളിൽ IT വികസനം പ്രോത്സാഹിപ്പിച്ചു. പ്രൊമോട്ടിംഗ് IT ഡെവലപ്മെൻറ്റ് അഡ്ജസൻറ്റ് ടു സ്മാർട്ട് സിറ്റി കേരള ഇൻ ഇൻഡസ്ട്രിയൽ ഏരിയാസ് അതർ ദാൻ ദോസ് ഡെഡിക്കേറ്റഡ് ടു IT. അതായത് IT മേഖലയ്ക്ക് ഉപയോഗിക്കാത്ത സ്ഥലങ്ങളിൽ പോലും സ്മാർട്ട് സിറ്റി കേരളയുടെ അടുത്തുള്ള ഭൂമിയിൽ IT വികസനം അവർ പ്രോത്സാഹിപ്പിച്ചു. എന്ന് മാത്രമല്ല, ഇതൊന്നുമല്ലാതെ ഇതിനെല്ലാം ഉപരിയായി notwithstanding these acts and officials of the GOK, we have diligently attempted to develop and construct the project through SCK in the years following the execution of the above mentioned lease deeds in a manner that enabled rapid economic growth. എന്നാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ പദ്ധതി വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വലിയ ശ്രമം നടത്തി. ഈ പദ്ധതി പ്രൊമോട്ട് ചെയ്യുന്നതിന് ഞങ്ങൾ വലിയ ശ്രമം നടത്തി. അതിൻ്റെ ഒന്നാം ഘട്ടം ഞങ്ങൾ 2016 ഞങ്ങൾ പൂർത്തിയാക്കി. എന്നാൽ ഞങ്ങൾ ഏറ്റവും ഞെട്ടിച്ചത്, ഇറ്റ് വാസ് ദെർഫോർ എക്സ്ട്രീംലി സർപ്രൈസിങ് ആൻഡ് ഡിസപ്പോയിൻറ്റിങ്, വലിയ ബുദ്ധിമുട്ട് തോന്നിയൊരു കാര്യം, വെൻ സ്മാർട്ട് സിറ്റി കേരള became aware of an order from the GOK dated 11 June 2020 confirming the Kerala Rail, അതായത് സിൽവർ ലൈൻ ഡെവലപ്മെൻറ്റ് K-Rail പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്ലാൻഡ് ഡെവലപ്മെൻറ്റ് ബൈ ദി കേരള റെയിൽ കോർപ്പറേഷൻ. അപ്പോൾ K-Rail വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജൂലൈ 11, 2020 ഇറക്കിയ ഒരു ഉത്തരവ് ഞങ്ങളെ വല്ലാതെ ഞെട്ടിച്ചു. എന്താണ്? ദ പ്ലാൻഡ് K-Rail പ്രോജക്റ്റ് അലൈൻമെൻറ്റ് ഡിസ്പോസസസ് SCK ഓഫ് ബിറ്റ്വീൻ 20.81 acres and 39.75 acres of project land, thereby further diminishing the development and diminishing the value of the project. അതായത് ഈ ഉത്തരവ് പ്രകാരം K-Railൻ്റെ ഒരു അലൈൻമെൻറ്റ് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി 20.81 ഏക്കറും 39.275 ഏക്കറും, അതായത് ടോട്ടൽ പ്രോജക്റ്റിൻ്റെ അത്രയും സ്ഥലം K-Railൻ്റെ അലൈൻമെൻറ്റിനായി കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോജക്റ്റിൻ്റെ മൂല്യം വൻതോതിൽ ഇടിച്ചു. ഇത് TCOM ഹാസ് ത്രൂ ഉണ്ടായി. എന്നിട്ട് അതിനെ തുടർന്ന് 2021 ഓഗസ്റ്റ് 11 ഈ വിഷയങ്ങൾ TCOM കേരള ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി. എന്നാൽ അതിനുള്ള മറുപടി എന്താണെന്നറിയാമോ? ഷിഫ്റ്റിംഗ് ദ ലൊക്കേഷൻ ഫ്രം ദ എക്സിസ്റ്റിംഗ് വൺ ഈസ് നോട്ട് ഫീസിബിൾ. ഈ അലൈൻമെൻറ്റ് മാറ്റാൻ കഴിയില്ല എന്ന് അവർ മറുപടി തന്നു. ഇതിൻ്റെ ഭാഗമായി in the circumstances and entirely without prejudice to our rights and entitlements under the framework agreement and applicable law, we believe that the parties should discuss and agree TCOM's exit from the framework agreement and for the compensation to be paid. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനും ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഡിസംബർ 6, 2022 ഈ ഖാലിദ് അൽ മാലിക് എന്ന് പറഞ്ഞ സ്മാർട്ട് സിറ്റി കേരളയുടെ മാനേജിംഗ് ഡയറക്ടർ പിണറായി വിജയന് കത്തയച്ചത്. 15 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ വിവരം ഞങ്ങൾക്കറിയണം എന്നും പറഞ്ഞു.
ഈ കത്ത് കിട്ടിയതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി പരിശോധിക്കുക എന്ന് പറഞ്ഞ് അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് മിണ്ടാതിരുന്നു. സുഹൃത്തുക്കളെ, ഇത് വളരെ വിശദമായിട്ടുള്ളൊരു കത്താണ്. ഈ കത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതി വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തങ്ങളൊന്നും അവർ നിർവഹിച്ചില്ല എന്നും ഈ പദ്ധതിയുടെ ദ്രുതഗതിയിലുള്ള വികസനത്തെ തടയുന്ന നിലയിലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ കേരള സർക്കാർ എണ്ണി ചെയ്തുവെന്നും അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഖാലിദ് അൽ മാലിക്ക് ഡിസംബർ 6, 2022 പിണറായി വിജയൻ അയച്ചിട്ടുള്ള ഒരു കത്താണിത്. എന്ന് മാത്രമല്ല, കാലാകാലങ്ങളിൽ ഇതിൻ്റെ വീഴ്ചയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡസൻ കണക്കിന് കത്തുകൾ അയച്ചിട്ടും സംസ്ഥാന സർക്കാർ ഒരു നിലപാടും എടുത്തില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുഹൃത്തുക്കളെ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താ? ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ 1ാം ഫേസിൽ ഈ പദ്ധതി ഇവിടെ കൊണ്ടുവരുന്നതിന് ഏറ്റവും കൂടുതൽ സജീവമായി പ്രവർത്തിച്ച ഒരു വ്യക്തിത്വം പ്രവാസി മലയാളിയായിട്ടുള്ള ശ്രീമാൻ യൂസഫ് അലി ആയിരുന്നു. ഈ പദ്ധതി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം വലിയ ശ്രമങ്ങൾ നടത്തി. അത് കഴിഞ്ഞ് VS സർക്കാരിൻ്റെ കാലത്ത് ഈ പദ്ധതിക്കകത്ത് ടീകോവുമായിട്ട് പ്രശ്നങ്ങളുണ്ടായപ്പോൾ അന്ന് സംസ്ഥാന സർക്കാർ തന്നെ അദ്ദേഹത്തെ ഇതിനൊരു മധ്യസ്ഥനായി ചുമതലപ്പെടുത്തി. അദ്ദേഹം മധ്യസ്ഥൻ എന്നുള്ള തൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് ദുബായ് ഈ ടീകോവുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിച്ചു. അതിനുശേഷം 2016 അതിന് 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു. അന്ന് വേദിയിൽ നിറഞ്ഞു നിന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വവും യൂസഫ് അലി ആയിരുന്നു. എന്നാൽ ഇതിൻ്റെ 2ാം ഘട്ടത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ കരാർ ലംഘനങ്ങൾ, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ വീഴ്ചകൾ, ഇതെല്ലാം ഉണ്ടാവുന്ന സമയത്ത് എവിടെയായിരുന്നു പ്രവാസി മലയാളിയായിട്ടുള്ള യൂസഫ് അലി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ 1ാം ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള സ്തുത്യർഹമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. 2ാം ഘട്ടത്തിൽ ഇത്രയേറെ കരാർ ലംഘനങ്ങളും വീഴ്ചകളും ടീകോം നടത്തിയിട്ടും എന്തേ ശ്രീമാൻ MA യൂസഫ് അലി ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നുള്ളത് വളരെ നിർണായകമാണ്. കാരണം അദ്ദേഹവും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമാണ്. അദ്ദേഹം നോർക്കയുടെ വൈസ് ചെയർമാനാണ്, ക്യാബിനറ്റ് റാങ്കുള്ള വൈസ് ചെയർമാനാണ്. അപ്പോൾ സ്വാഭാവികമായും ടീകോവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുപോലുള്ള കരാർ ലംഘനങ്ങൾ വരുമ്പോൾ അതിലിടപെട്ട് പ്രശ്നം തീർത്ത് സ്മാർട്ട് സിറ്റി കേരള പദ്ധതി തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉത്തരവാദിത്തപ്പെട്ട ബാധ്യതയുള്ള ചുമതലയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീമാൻ യൂസഫ് അലി. അദ്ദേഹം കേരള ഗവൺമെൻറ് ഭാഗമായിരുന്നു. എന്നാൽ അദ്ദേഹം കേരള ഗവൺമെൻറ് ഭാഗമായിരുന്നിട്ടും അദ്ദേഹത്തിന് ഈ പദ്ധതിയിലുള്ള തടസ്സങ്ങൾ മറികടന്ന് കേരള ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരും ചേർന്നുള്ള ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വവും ചുമതലയും ബാധ്യതയും ഉണ്ടായിട്ടും അദ്ദേഹം ഈ വിഷയങ്ങളിലൊന്നും ഇടപെടാതെ എന്തുകൊണ്ടാണ് മാറി നിന്നത് എന്നതിന് മറുപടി മലയാളികൾക്ക്, കേരളീയർക്ക് ലഭിച്ചേ മതിയാവും. കാരണം 10 വർഷം കൊണ്ട് 90,000 തൊഴിലവസരങ്ങളും 10 വർഷം കൊണ്ട് 88 ലക്ഷം ചതുരശ്ര അടി ബിൽറ്റ്-ഇൻ സ്പേസും ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയായിരുന്നു സ്മാർട്ട് സിറ്റി കേരള. അതിൽ കേരള ഗവൺമെൻറ് കൂടി പങ്കാളിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ട് ആൻഡ് പാഴ്സലായിട്ടുള്ള യൂസഫ് അലി ഈ ടീകോവുമായി ബന്ധപ്പെട്ട് ഇത്രയും പ്രശ്നങ്ങളുണ്ടായപ്പോൾ എന്തിനു മാറി നിന്നു? എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ച് സ്മാർട്ട് സിറ്റി കേരള പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല? ഇതൊരു നിർണായകമായിട്ടുള്ള ചോദ്യമല്ലേ? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അദ്ദേഹം ഈ ഗവൺമെൻറ് നോർക്കയുടെ ഭാഗമായിരുന്നില്ലേ? അദ്ദേഹം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 1ാം ഘട്ടത്തിൽ സജീവമായി ഇടപെട്ട് ഈ പദ്ധതിയുടെ 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യാൻ സജീവമായി പങ്കാളിയായിട്ടുള്ള ആളല്ലേ? അപ്പോൾ 2ാം ഘട്ടത്തിൽ പ്രശ്നമുണ്ടായിട്ടും ആ പ്രശ്നം ഡസൻ കണക്കിന് കത്തുകളിലൂടെ സ്മാർട്ട് സിറ്റി കേരളയുടെ മാനേജിംഗ് ഡയറക്ടർ ഖാലിദ് അൽ മാലിക്ക് സർക്കാരിനെ അറിയിച്ചിരുന്നിട്ടും ശ്രീമാൻ MA യൂസഫ് അലി ഈ വിഷയത്തിൽ ഇടപെടാതെ മാറി നിന്നു എന്നുള്ളത് 1ാമത്തെ ദുരൂഹമായിട്ടുള്ള സാഹചര്യം. 2ാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? അങ്ങനെ മാറി നിന്ന യൂസഫ് അലി ഇതിനടുത്തുള്ള പ്രദേശത്ത് തൻ്റെ കമ്പനിയുടെ ഒരു ട്വിൻ ടവർ നിർമ്മിക്കുകയായിരുന്നു. തൻ്റെ കമ്പനിയുടെ ഒരു ട്വിൻ ടവർ ഈ ഇൻഫോ പാർക്കിൽ സ്മാർട്ട് സിറ്റി കേരള വരുന്നതിനടുത്ത് അദ്ദേഹം ആ സമയത്ത് നിർമ്മിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ നിർമ്മാണം ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ജനുവരിയിൽ അത് ഉദ്ഘാടനം നടത്തുമെന്നാണ് കേൾക്കുന്നത്. അവിടെ 25,000 പേർക്ക് തൊഴിലവസരങ്ങൾ വരും എന്നാണ് കേൾക്കുന്നത്. അവിടെ ഏതാണ്ട് 25-30 ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽറ്റ്-ഇൻ സ്പേസ് ഉണ്ടാകും എന്നാണ് കേൾക്കുന്നത്. അവിടെ വരുന്നതിന് വേണ്ടിയിട്ട് ബഹിരാഷ്ട്ര കമ്പനികൾ ക്യൂ നിൽക്കുകയാണ് എന്നാണ് കേൾക്കുന്നത്.
അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒന്ന്, സ്മാർട്ട് സിറ്റി പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടീകോമിന് കേരള ഗവൺമെൻറ്റുമായി ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കേരള ഗവൺമെൻറ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന കരാർ ലംഘനങ്ങളും വീഴ്ചകളും ഡസൻ കണക്കിന് കത്തുകളിലൂടെ ടീകോം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടും ആ വിഷയത്തിൽ ഇടപെട്ട് സ്മാർട്ട് സിറ്റി കേരള പദ്ധതി തടസ്സമില്ലാതെ നടത്താൻ ബാധ്യതയും ചുമതലയും ഉത്തരവാദിത്വമുള്ള യൂസഫ് അലി ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് കുറ്റകരമായിട്ടുള്ള പിന്മാറ്റം നടത്തി. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിരുന്ന അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരും ടീകോമും ചേർന്നുള്ള ഈ പദ്ധതി വികസിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു. കാരണം അദ്ദേഹവും ഈ പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിരുന്നു. പക്ഷെ അങ്ങനെ ആയിരുന്ന അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു, അല്ലെങ്കിൽ മനഃപൂർവ്വം അദ്ദേഹം മാറി നിന്നു എന്ന് ആരോപണം ഞാൻ ഉന്നയിക്കുകയാണ്. ആ മാറി നിന്ന യൂസഫ് അലി ആ സ്മാർട്ട് സിറ്റി കേരള പദ്ധതി വരുന്നതിന് തൊട്ടടുത്ത് തൻ്റെ ഒരു വലിയ വൻകിട കെട്ടിട സമുച്ചയം അവിടെ നിർമ്മിച്ചു. അതിലൂടെ 25,000 തൊഴിലവസരങ്ങൾ അദ്ദേഹത്തിൻ്റെ കമ്പനിക്കുണ്ടാക്കി. അതിലൂടെ ഏതാണ്ട് 25-30 ലക്ഷം ബിൽറ്റ്-ഇൻ സ്ക്വയർ ഫീറ്റ് സ്പേസ് അദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് വേണ്ടി ഉണ്ടാക്കി. അപ്പോൾ എന്താ സംഭവിച്ചത്? സംസ്ഥാന സർക്കാരും സ്മാർട്ട് സിറ്റിയും കൂടെ ചേർന്നുകൊണ്ട് ഒരു സംയുക്ത സംരംഭത്തിലൂടെ ഉണ്ടാകാമായിരുന്ന തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്നതിൽ പങ്കുവഹിച്ച യൂസഫ് അലി തൻ്റെ കമ്പനിക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ, കോടികളുടെ ലാഭമുണ്ടാക്കാനുള്ള പ്രവർത്തനത്തിന് അദ്ദേഹം കൂട്ടുനിന്നു. ഇതാണ് ഞാൻ പൊതുമണ്ഡലത്തിന് മുന്നിൽ വെക്കുന്ന ആരോപണം. ഇതൊരാരോപണമാണ്, ഇതൊരു കോയിൻസിഡൻസ് ആണ് എന്നാണ് ഞാൻ പറയുന്നത്. ഈ ആരോപണം ഞാൻ മുന്നിൽ വെക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും യൂസഫ് അലിക്കെതിരെ കമാന്നൊരക്ഷരം മിണ്ടില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യൂസഫ് അലിയുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കിയാണ് നിൽക്കുന്നത്. അത് യൂസഫ് അലിക്കും ആ രാഷ്ട്രീയ പാർട്ടികൾക്കും മാത്രം അറിയാവുന്ന കാര്യമാണ്, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പക്ഷേ യൂസഫ് അലിയുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കൊടും ആ ചതിയെ ചോദ്യം ചെയ്യാൻ അവർ മുന്നോട്ട് വരില്ല. പക്ഷേ ഞാൻ അതിനെ ചോദ്യം ചെയ്യാൻ മുന്നോട്ട് വരും. കാര്യം എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. എനിക്കിതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിയമ പോരാട്ടങ്ങൾ നടത്തണമെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എനിക്കൊന്നും നഷ്ടപ്പെടാനുള്ള സത്യവും നീതിയും മാത്രമേ എനിക്കൊപ്പമുള്ളൂ. ഞാനൊരു അഭിഭാഷകനും കൂടിയാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നിയമ കുരുക്കുകളുണ്ടായാലും അതിനെ അവസാന നിമിഷം വരെ പോരാടാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള കാര്യം ഞാൻ ബന്ധപ്പെട്ടവരെയെല്ലാം അറിയിക്കുകയാണ്. ഏത് വലിയ അഭിഭാഷകൻ വന്ന് മുകുൾ റോത്തുകയോ ആരെങ്കിലും ഏതൊക്കെ വലിയ അഭിഭാഷകൻ വന്നാലും അവർക്കെതിരെ ഈ സാധാരണക്കാരനായിട്ടുള്ള ഞാൻ ഏത് കോടതിയിലും പോയി വാദിക്കുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ള കാര്യം ഞാൻ ബന്ധപ്പെട്ടവരെ ഇതിലൂടെ അറിയിക്കുകയാണ്. വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ ആ വിഷയങ്ങൾക്ക് ആർജവമായി മറുപടി പറയാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ നിയമം ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനെ കഴിയാവുന്നതുപോലെ പ്രതിരോധിക്കാൻ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലും പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഞാൻ തയ്യാറായിരിക്കും എന്ന് ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞാൻ അവസാനമായി പറയുന്നത്, ഇത് പിണറായി വിജയനും യൂസഫ് അലിയും കൂടി ചേർന്നിട്ടുള്ള ഒരു ഗൂഢാലോചനയാണെന്ന്. പിണറായി വിജയനും യൂസഫ് അലിയും ചേർന്നിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ടീകോം ഇവിടുന്ന് പിന്തിരിഞ്ഞ് പോയത് എന്നാണ് ഞാൻ ആരോപണം ഉന്നയിക്കുന്നത്. ആ പിന്തിരിഞ്ഞ് പോക്കിൽ നിന്ന് കോടികളുടെ ലാഭമുണ്ടാക്കിയത് പ്രവാസി മലയാളിയായിട്ടുള്ള വ്യവസായിയായിട്ടുള്ള യൂസഫ് അലിയാണ് എന്നുള്ള ആരോപണവും പൊതുമണ്ഡലത്തിന് മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അത് യൂസഫ് അലിക്കെതിരെ ശബ്ദം ഉയർത്താൻ ഒരു രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാവില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇടത് രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാവില്ല, വലത് രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാവില്ല, BJPയും തയ്യാറാവില്ല, ആരും തയ്യാറാവില്ല. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് യൂസഫ് അലിക്കും ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രം അറിയാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് പ്രസക്തമല്ല. സത്യത്തിനും നീതിക്കും വേണ്ടി ഏതളവ് വരെ പോകാനും ഞാൻ ബാധ്യസ്ഥനായിരിക്കും എന്നുള്ള കാര്യമാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരെ ഈ വീഡിയോയിലൂടെ അറിയിക്കാനുള്ളത്.